ഞാൻ ഡോക്ടർ ഷെറി ഐസക്, അസ്ഥിരോഗ വിഭാഗം പ്രൊഫസറാണ്, ശ്രീനാരായണ മെഡിക്കൽ കോളേജ്, എറണാകുളം. ഇന്ന് ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥി ശോഷണം എന്നതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. നമ്മളുടെ എല്ലുകൾ, അതായത് ചെറിയ പരിക്കുകളിൽ പോലും എല്ല് പൊട്ടുന്നു. ഇത് നമ്മൾ എപ്പോഴാണ് സംശയിക്കുന്നത്? സ്ഥിരമായി നടുവേദന വരിക, അല്ലെങ്കിൽ ഉയരം കുറയുക, വളഞ്ഞു നടക്കുക, മോണകൾ പിൻവാങ്ങുക, നഖങ്ങൾ പൊട്ടുക, ഗ്രിപ്പ് സ്ട്രെങ്ത് കുറയുക എന്ന് പറയും. പിന്നെ മൊത്തത്തിലുള്ള എല്ലുകൾക്കുള്ള വേദന. ഇത് സാധാരണ കണ്ടുവരുന്നത് വ്യായാമം അധികം ഇല്ലാത്ത ആളുകളിൽ, അതായത് കിടപ്പ് രോഗികളാകാം, അല്ലാത്ത രീതിയിലാകാം. പിന്നെ നമ്മളുടെ ന്യൂട്രീഷൻ, കാൽസ്യം, വൈറ്റമിൻ ഡി, ആവശ്യത്തിന് പ്രോട്ടീൻ എന്നിവ കഴിക്കാതിരിക്കുക, ഉപ്പ് വളരെയധികം ഉപയോഗിക്കുക, പിന്നെ ആർത്തവ വിരാമം വളരെ നേരത്തെയാകുക. അങ്ങനെയുള്ളപ്പോൾ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ കുറവായി വരികയും അതിനാൽ ഓസ്റ്റിയോപോറോസിസ് വരികയും ചെയ്യുന്നു. ഇതിൻ്റെ ചികിത്സാ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആവശ്യത്തിന് വ്യായാമം, അതായത് വെയിറ്റ് ബെയറിംഗ് എക്സസൈസ്, പിന്നെ റെസിസ്റ്റൻസ് എക്സസൈസ് ട്രെയിനിങ്, ഇതെല്ലാം ആവശ്യത്തിന് വേണം. കാൽസ്യം, വൈറ്റമിൻ ഡി ഇത് ആവശ്യത്തിന് ചെല്ലണം. അതായത് പച്ചല, ഡയറി, ഫാറ്റി ഫിഷ്, ഇതിലെല്ലാം ഇത് ആവശ്യത്തിനുണ്ട്. പിന്നെ ഈ റിസ്ക്, എല്ല് പൊട്ടാനുള്ള റിസ്ക്, വീഴ്ച വരാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് പ്രായമായവരിൽ കൈ പിടിക്കുന്ന ഹാൻഡ് റെയിൽസ് വാഷ്റൂമിലും നടക്കുന്ന ഏരിയയിലും പിടിപ്പിക്കണം. പുകവലി, മദ്യം, അമിതമായ കാപ്പി എന്നിവ ഒഴിവാക്കുക. പിന്നെ ഇതിന് മരുന്നുകളുണ്ട്, ഗുളികകളായിട്ടും ഇഞ്ചക്ഷനുകളായിട്ടും ഉണ്ട്. വേൾഡ് ഓസ്റ്റിയോപോറോസിസ് ഡേ ഒക്ടോബർ 20 വരുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലുകളെ ബഹുമാനിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ ഭാവിയെ കെട്ടിപ്പടുക്കുക.